ഇത് എപ്പോഴാ വിവരം അറിഞ്ഞത്? നിങ്ങൾക്ക് ഔദ്യോഗികമായി കിട്ടിയത്? ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒന്നും അറിയിപ്പ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. പിന്നെ ഈ മരിച്ചുപോയ ബിജുവിന്റെ മാത്യു തോമസിന്റെ ബിജു എന്ന പേര്, അതിന്റെ പെങ്ങളുടെ മകൻ പോയി കൺഫേം ആക്കിയിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മളത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നമുക്കിവിടെ മകൻ ജോലി ചെയ്യുന്ന പെങ്ങളുടെ മകനും ഇതോടൊപ്പം തന്നെ മരിച്ചുപോയി. പെങ്ങളുടെ മകന്റെ ഒരു അനിയനാണ് പോയി കൺഫേം ചെയ്തത്. അവരെല്ലാം സ്വദേശി മരിച്ച ആളുടെ ബന്ധുവാണോ? കോട്ടയം സ്വദേശിയല്ല, പാമ്പാടി പായിപ്പാട്. ഇവർ രണ്ടും അവിടെ ജോലി ചെയ്തത്. അപ്പൊ അനന്തരവനും അമ്മാച്ചനാണ് ഈ ബിജു എന്ന് പറയുന്ന മാത്യു തോമസ്. അപ്പൊ എത്ര വർഷക്കാലായി പുള്ളി പോയിട്ട്? ബിജു പോയിട്ട് 30 കൊല്ലത്തോളമായി. ഒരേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്? ഒരേ കമ്പനിയിൽ തന്നെയാണ്. അക്കൗണ്ട് സെക്ഷനിലാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത്. നാട്ടിലെത്തിയിട്ട് എത്ര കാലമായി? ഈ ബിജു നാട്ടിലെത്തിയിട്ട് ഇപ്പൊ 3 മാസം ആയതേ ഉള്ളൂ തിരികെ പോയിട്ട്. കുടുംബ പശ്ചാത്തലമൊക്കെ ആരൊക്കെയുണ്ട് വീട്ടില്? ഇവിടെ ഇപ്പം ബിജുവിന്റെ വൈഫിന്റെ വീടാണ്. ബിജുവിന്റെ വീട് ഇവിടുത്തെ ഇളയ മകളുടെ വീടാണിത്. അദ്ദേഹം നിരണം സ്വദേശിയാണ്. എന്നാലും പുള്ളിക്കാണ് ഇവിടെ കെട്ടിക്കയറി, അങ്ങനെ പുള്ളിയുടെ വീടാണിത്. ഇവിടെയാണ് താമസം കുടുംബം? ഇവിടെ അവരുടെ വൈഫും 2 കുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവർ 2 ഇവിടെ തന്നെ താമസിക്കുന്നത്. കുട്ടികളൊക്കെ വലിയ കുട്ടികളാണോ? ഒരാൾ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു, ഒരാൾ MBA ചേർന്നിരിക്കുകയാണ്. 2 പെൺകുട്ടികളാണ്? 2 പെൺകുട്ടികളാണ്. ഈ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും അറിയിപ്പ് നിങ്ങൾക്ക് തഹസിൽദാരോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ട് ഇപ്പം ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു. കമ്പനി അത് കൺഫേം ചെയ്തു. ബോഡി വരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബോഡി റിസീവ് ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഭൗതിക ശരീരം എത്തിക്കാനുള്ള നടപടികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ? ഇല്ല, വിതിൻ 2 days. അപ്പം ഇപ്പം ഗവൺമെൻറ്റൊക്കെ ഇടപെട്ട സ്ഥിതി ആയതുകൊണ്ട് ഡിലേ ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 22 വർഷക്കാലമായി പ്രവാസ ജീവിതം? 30 വർഷം. പിന്നെ ഭാര്യയുടെ പേര് ഷിനു എന്നാണ് ഭാര്യയുടെ പേര്. 2 പെൺകുട്ടികൾ. മൂത്ത ആള് BSc നഴ്സിംഗ് കഴിഞ്ഞു OET പഠിക്കുന്നു. ഇളയാൾ BA ലോജിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ MBAക്ക് അഡ്മിഷൻ എടുത്തു. ഇദ്ദേഹം കൂടെ ജോലി ചെയ്തിട്ട് 30 വർഷത്തെ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ആ കമ്പനി തന്നെയായിരുന്നു. ആ കടയിൽ വരും. ഞാൻ 15 വർഷം. ഞാൻ അവിടുന്ന് വിളിച്ച് അറിഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ മോനൊക്കെ ഉണ്ട്. ഞങ്ങളൊരു 10 ആ വീടുകൾ ഞാൻ അന്നേരം അറിഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ കടപ്പുറ എന്റെ വീട്. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഓടി വന്ന. ചേട്ടന്റെ കൂടെ ഈ കമ്പനി തന്നെയാണോ ചേട്ടൻ? ഞാൻ ജോലി ചെയ്ത കടയില. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കടയില, സൂപ്പർ മാർക്കറ്റില. അവിടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിലും അല്ലാതെ ഒരു കടയിൽ അപ്പുറം ഇപ്പുറമായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഒരു റൂമിലാ താമസം, കാര്യങ്ങളെല്ലാം. ഞാൻ 15 വർഷം കൊണ്ട് ഒരു റൂമിൽ താമസിച്ചോണ്ടിരിക്കും. ഞാനും ബിജുവായിട്ട്. സാഹചര്യം എല്ലാം ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ യാദൃശ്ചിയാൽ ഒരു സംഭവം ഉണ്ടായി. ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് 2006 തോന്നുന്നു. ഒരു പ്രശ്നങ്ങളില്ലാതെ പോയ ക്യാമ്പാണ്. ഞാൻ ആ ക്യാമ്പിൽ കൊണ്ടുപോയി പല ആൾക്കാരെയും കൊണ്ട് ഇറക്കിയിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രൈവറാണ്. അവിടെ മറ്റു മോശം സാഹചര്യങ്ങളില്ല. ഒരു മോശം സാഹചര്യമില്ല. അതുപോലെ ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക. അവൻ ലീവിന് വന്നിട്ടുണ്ട്, നാട്ടിലുണ്ട്.